യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻറ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു തീരുമാനവും ആലോചനയും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ പേഴ്സണും നിങ്ങളായിട്ട് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ലിവിങ് ടുഗെദർ, എക്സെട്ര എക്സെട്ര, ഏത് റിലേഷൻഷിപ്പുകാർക്കും ഞാൻ ചെയ്യുന്ന എല്ലാ റീഡിങ്ങും കാണാട്ടോ. ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരിക്കുന്നു, എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവേഴ്സിന് മാത്രമുള്ള റീഡിംഗ് ആണോ നിങ്ങൾ യൂട്യൂബിൽ ചെയ്യണത്? ലവേഴ്സിന് മാത്രമല്ല, എല്ലാ റിലേഷൻഷിപ്പുകാർക്കും ഇത് കാണാവുന്നതാണ്. ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തു പറയുമ്പോൾ ലവേഴ്സ്, അതുപോലെ ഫാമിലി ലൈഫ് എന്ന് നമ്മളുടെ വായിൽ വന്നു പോകുന്നതാണ്. പിന്നെ നമ്മൾ വേറെയും കണക്ഷൻസ് പറയാത്തത് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാലോ എന്നുള്ള ബേസിലാണ് നമ്മളത് പറയാത്തത്. ഓക്കെ, മനഃപൂർവ്വം പറയാത്തതല്ല. ഓക്കെ, അപ്പോൾ ലവേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ലിവിങ് ടുഗെദർ ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഏത് കണക്ഷനിൽ പോകുന്ന ആൾക്കാർക്കും ഈ ഒരു റീഡിങ് കാണാം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനവും ആലോചനയും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സണ് നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് പേടിയുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പേടിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ബന്ധം ഈ പേഴ്സൺ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയില്ല. കാരണം ഈ പേഴ്സന്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങളും കടന്നു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോൾ അതിൽ നിന്നും പിന്മാറാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല. തോറ്റു പിന്മാറാൻ ഈ പേഴ്സണെ കിട്ടൂല. ബിക്കോസ് അങ്ങനത്തെ ഒരു നമ്മൾ പറയല്ലോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പേഴ്സണ് എന്താ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പോരാടുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റു പലവരുമായിട്ട് ഈ പേഴ്സൺ ആർഗ്യുമെന്റ്സ് ചെയ്യുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിന്റെ സാധ്യതകൾ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഈ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറിപ്പോയോ എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാറിപ്പോയോ എന്നുള്ളത് ഈ പേഴ്സണും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. സോ ബിക്കോസ് ഇവിടെ ഒരുപാട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ആയാലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഈ വ്യക്തിക്ക് പറ്റില്ല. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സണ് പേടിയുണ്ട്, ഭയമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് മറ്റാരെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ കല്യാണം കഴിക്കുമോ, നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കുമോ, ഇതൊക്കെ ഈ പേഴ്സണെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏറ്റവും സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിനെ ഈ പേഴ്സൺ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള
തീരുമാനവും ആലോചനയും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ വെക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആലോചനയുണ്ട്. ഇവിടെ കൂടുതലും എതിരാളികളായിട്ട് നിൽക്കുന്നത് സ്ത്രീകളായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് സ്ത്രീകളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് ഫ്രീ ആയിട്ട് നാളേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള സാധ്യതകളെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചോ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചോ അല്ല ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലേക്ക് തന്നെ നിങ്ങളും എത്തിച്ചേരാനാണ് ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതായിട്ടോ ഒന്നും നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഈ പേഴ്സൺ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത പ്രാർത്ഥനകൾക്കെല്ലാം ഇവിടെ റിസൾട്ട് വരുന്നുണ്ട്. ഒരുപാട് റിസൾട്ടിന് അപ്കമിങ് റിസൾട്ട് ആണ്, അതായത് ഫ്യൂച്ചറിലാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിലാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാർക്കും കൊടുക്കാൻ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളെ അത്രത്തോളം ഈ പേഴ്സൺ മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഫോളോ യുവർ ഓൺ ഗുഡ് അഡ്വൈസ് ആണ്. ട്രസ്റ്റ് യുവർ സെൽഫ് എന്നാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ പലപ്പോഴും നിങ്ങളെ തന്നെ സംശയിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ് ആകുമോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നാണം കെടുമോ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ട്. അത് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനാണ്, നിങ്ങളിൽ തന്നെ വിശ്വസിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ചില പൊട്ട ബുദ്ധികൾ സംസാരിക്കുന്നുണ്ട്, പൊട്ടത്തരങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനോട്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളോട് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ മണ്ടത്തരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മണ്ടത്തരം ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെയും സംസാരിക്കാതെയും നോക്കണം. ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടരുത്. ബിക്കോസ് അത് നെഗറ്റീവായിട്ട് നിങ്ങളെ തന്നെ ബാധിക്കും. ഓക്കെ, അതുപോലെ ഇല്ലാത്ത എനർജികളൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷെ എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് ചിന്തിച്ച് അതൊരു മാനിഫെസ്റ്റേഷൻ ആക്കി മാറ്റരുത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ആം സ്റ്റിൽ ട്രൈയിങ് ടു ഹീൽ എന്നാണ്. തീർച്ചയായിട്ടും ഇവിടെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷെ അതിനെല്ലാം ആ മുറിവുകളെല്ലാം ഉണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം, റിലേറ്റീവ്സിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാകാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു മാരേജിലേക്ക് പോവാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ തീരാത്തത് കൊണ്ടും മേ ബി മറ്റുള്ളവർ അറിയാൻ ഇടയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്തായി എന്ന് ചോദിച്ചിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സണ് പേടിയുണ്ട് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റുള്ളവർ എന്തായിരിക്കും വിചാരിക്കുന്നത്, മറ്റുള്ളവർ എന്തായിരിക്കും ചിന്തിക്കുന്നത്, മറ്റുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കില്ല, അപ്പൊ അതിന് ഉത്തരം എന്തു പറയും എന്നിങ്ങനെയുള്ള രീതിയിലും ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് കുതിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. എപ്പോഴും ഒന്നിലും കീഴ്പ്പെട്ടു പോകില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ പേഴ്സൺ വളരെ ഇമോഷണൽ പരമായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് കരയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് മനസ്സിൽ ഉള്ളിൽ ഒതുക്കാനായിട്ട് ഈ പേഴ്സൺ തയ്യാറല്ല. എന്താണോ ഈ പേഴ്സന്റെ ഇമോഷൻസ് അതെല്ലാം ഈ പേഴ്സൺ പുറത്ത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട്.
പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ പേഴ്സൺ ഒരിക്കലും മനസ്സിൽ ഒതുക്കി പെരുമാറുന്ന ഒരു രീതിയില്ല. എന്ത് തന്നെയാണെങ്കിലും അത് കംപ്ലീറ്റ്ലി പുറമെ എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.